ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വലിയൊരു കോമഡിയാണ്. ഈ നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ. അതിനുശേഷം പാണ്ടിക്കാട് കുഞ്ഞൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കാര്യം പറയുകയാണ്. അതായത്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നാളെ തന്നെ ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ്, എൻ്റെ കൂടെ ആർക്ക് വേണമെങ്കിലും വരാം, ഞാൻ വയനാട്ടിൽ പോയി ഈ നറുക്കെടുപ്പ് വിജയിച്ച ഷാഫിയുടെ വീട്ടിൽ പോയി ഞാൻ അന്വേഷിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് പാണ്ടിക്കാട് കുഞ്ഞൻ പറഞ്ഞത്. ആ പറഞ്ഞത് ഞാനിവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം പാണ്ടിക്കാട് കുഞ്ഞൻ ചെയ്തത് എന്താണ്? വയനാട്ടിലേക്ക് പോയിട്ടൊന്നുമില്ല, നേരെ അവൻ്റെ ഫാമിലിയെയും കൊണ്ട്, അതായത് എൻ്റെ ലാംഗ്വേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, ഞാൻ കാസർഗോഡാണ്, അത് ഞാൻ ഇടപെട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ത് ചെയ്യുന്നു? ഫാമിലിയെയും കൂട്ടി ടൂർ പോവുകയാണ്. അതൊക്കെയാണ് ഞാൻ ഇന്ന് സൈഡിൽ വെച്ച് തരുന്നത്. അപ്പോൾ ആദ്യം ഈ ഇഷ്യൂ, അതായത് നമ്മൾ പിടിച്ചല്ലോ പാണ്ടിക്കാട് കുഞ്ഞനെ, അന്ന് പാണ്ടിക്കാട് കുഞ്ഞൻ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന കാര്യവുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത്, അന്ന് പിടിക്കപ്പെട്ട ദിവസം പറഞ്ഞത് നാളെ തന്നെ ഞാൻ വയനാട്ടിലേക്ക് പോകുന്നു എന്നാണ്. അതിനുശേഷം നാളെ പോയോ? അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പാണ്ടിക്കാട് കുഞ്ഞൻ പറഞ്ഞത് കേൾക്കാം നമുക്ക്. അതിനുശേഷം നിലവിലെ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട്. ഇഞ്ച കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണമെന്നുണ്ടെങ്കിൽ, ഏത് വ്ളോഗേഴ്സിനും പോരണമെന്നുണ്ടെങ്കിൽ ഇഞ്ച കൂടെ നിങ്ങൾക്ക് പോരാ. കാരണം ഈ സാഫിന്റെ പെരി പോയി കണ്ട് തന്നെ എന്താ ഏതാന്നില്ല അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഞാൻ അത് അറിയാത്ത കാര്യം എന്നുകൊണ്ടാണ് ഇത്രയും ഓപ്പൺ ആയിട്ട് ഞാൻ പറയണത്. ഓക്കെ, പാണ്ടിക്കാട് കുഞ്ഞൻ നല്ല രീതിയിൽ പറയുകയാണ്. ഞാൻ അറിയാത്ത കാര്യമാണ്, ഞാൻ നാളെ വയനാട്ടിലേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ ഒപ്പം വരാമെന്നാണ് കുഞ്ഞൻ പാണ്ടിക്കാട് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഞാൻ പേഴ്സണലി വിചാരിച്ചു, ഏതായാലും നാളെ കണ്ണിൽ പൊടിയിടാനായാലും വയനാട്ടിലേക്ക് പോകും, നല്ല രീതിയിൽ ഓപ്പണായി പറഞ്ഞതല്ലേ. അപ്പോൾ ഞാൻ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ പ്രൊഫൈൽ എല്ലാ ദിവസവും, ഈ ഇഷ്യൂ കഴിഞ്ഞ് 2 ദിവസമായല്ലോ, 2 ദിവസവും ഞാൻ ചെക്ക് ചെയ്തു, എന്തായാലും വയനാട്ടിലേക്ക് പോയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ ട്രെയിനിലൂടെ ഒരു യാത്ര ഞാൻ കണ്ടു. അത് പോയത് വയനാട്ടിലേക്കൊന്നുമല്ല. പാണ്ടിക്കാട് കുഞ്ഞന് ഓർമ്മയേയില്ല ഞാൻ വയനാട്ടിലേക്ക് പോകാം, ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാം, അങ്ങനെയൊന്നും കുഞ്ഞൻ പാണ്ടിക്കാടിന് ഓർമ്മയില്ല. ഇത് ഫാമിലിയെയും കൊണ്ട് പാട്ടുംപാടി ഗുജറാത്തിലേക്ക് പോവുകയാണ്. ആ ഒരു രംഗം കൂടി ഞാൻ ഇവിടെ വെച്ച് തരാം സൈഡിൽ, നിങ്ങൾ നോക്കുക. അവൻ ട്രിപ്പ് പോകുന്ന പാട്ടൊക്കെ പാടി ഒരു വേദനയുമില്ല, ഞാൻ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചതാണ്, അതൊന്നും ചിന്തിക്കാതെയാണ് അവൻ പാട്ട് പാടുന്നത്. അതും നമുക്കൊന്ന് കണ്ടു നോക്കാം, അതിനുശേഷം ഞാൻ പറയാം. ഓക്കെ, പുതുനാരി പെണ്ണിനി രോമാഞ്ചം, എന്തൊരാവേശം എന്തൊരാഹ്ലാദം, പുതുനാരി പെണ്ണിനി രോമാഞ്ചം എന്തൊരാവേശം. ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ ഇതേപോലെ യാത്ര ചെയ്യണം. വല്ലാത്ത ജാതിയാണ് കുരുപ്പോളെ, പറഞ്ഞ് അറിയിച്ചാൽ പറ്റൂല. നോക്കുക, കുഞ്ഞന് മനസ്സിൽ ഒരു ഇത്തിരി കരുണ പോലുമില്ല. പാവപ്പെട്ട ജനങ്ങളെയാണ് ഞാൻ പറ്റിച്ചത്, 1000 രൂപക്കാണ് ഒരു കൂപ്പൺ കൊടുത്തത്. കുഞ്ഞൻ പാണ്ടിക്കാട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. ഒരു സാധാരണക്കാരന് ഒരു 1000 രൂപ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ 8 മണി മുതൽ 5 മണി വരെ പണിയെടുക്കണം. അപ്പോഴും 1000 കിട്ടുന്നില്ല. 700, 700, 800 ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അതിപ്പോൾ ടൈൽസിൻ്റെ പണിയാണെങ്കിലും, മണ്ണിൻ്റെ പണിയാണെങ്കിലും, മേസ്ത്രി പണിയാണെങ്കിലും, ഡ്രസ്സിൻ്റെ കടയിലാണെങ്കിലും, എവിടെയാണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. 1000 രൂപ എന്ന് പറയുന്നത് ചില്ലറ പൈസയല്ല കുഞ്ഞ. 1000 രൂപ തന്ന് ഒരു വീടെങ്കിലും കിട്ടിയാലോ, ഒരു വണ്ടിയെങ്കിലും കിട്ടിയാലോ, അങ്ങനെ വിചാരിച്ചിട്ടാണ് നിന്റെ ടിക്കറ്റ് എടുത്തത്. നീ എന്ത് ചെയ്യുന്നു? അതിനെ പറ്റിച്ചുകൊണ്ട് ട്രെയിനിലൂടെ സന്തോഷത്തോട് നിന്റെ ഫാമിലിയെയും കൊണ്ട് പാട്ടും പാടിയാണ് നീ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുഞ്ഞൻ ഏതായാലും വയനാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ട്രെയിനിലായാലും എവിടെ വയനാട്ടിലേക്കായിട്ടുണ്ടാകും പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അതിനുശേഷമാണ് അവൻ്റെ വീഡിയോ ഫുള്ളായി കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് അവൻ മാത്രമല്ല, അവൻ്റെ ഫാമിലിയുമുണ്ട്, ഇത് ഗുജറാത്തിൽ എങ്ങോട്ടോ പോകുന്നത്. അതും കൂടി നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. ഇല്ലെങ്കിൽ നാളുകളിൽ കുഞ്ഞൻ പറയും, ഞാനത് വയനാട്ടിലേക്കാണ് പോയത്, പകുതി വരെ ട്രെയിനിൽ പോയി, അങ്ങനെ അവൻ പറയും. അതുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കുഞ്ഞൻ തന്നെ പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, കണ്ടില്ല, നിങ്ങൾ വണ്ടി നിർത്തിയേക്കാണ്. അപ്പൊ ഞാൻ അടുത്ത പാട്ട് നമ്മൾ പാടാൻ പോണത് വേറെ പാട്ടാണ്. പൊന്നു മാളെ, ഇജ്ജ് കരുതിയ ഗുജറാത്ത് അല്ലത് കേട്ടോ, സൂറത്താണ്. എന്ത്
ഏതായാലും ഞങ്ങളൊരു മാർക്കറ്റിക്ക് ഇങ്ങനെ വന്നതാണ്. വെറുതെ വൈകുന്നേരം ആയപ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ ദുനിയാവാണെന്നാ പറഞ്ഞത്. ഇത് എങ്ങോട്ടാ പോവുക? ഇങ്ങോട്ട് നോക്കാം. ഇത് ഫുള്ള് ഡ്രസ്സാണ്. എന്തിനാ ഇങ്ങനെ കിടന്ന് ചാകണത്? നോക്കൂ, ഈ വീഡിയോയിൽ ഞാൻ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ വൈഫിനെ ഞാൻ ബ്ലർ ചെയ്തു. കാരണം അവർ തെറ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അവൻ്റെ വൈഫും ഇപ്പോൾ വിചാരിക്കും കുഞ്ഞൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നായിട്ടുണ്ടാവും അവർ വിചാരിച്ചത്. ഇത് കുഞ്ഞൻ തെറ്റ് ചെയ്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, കുഞ്ഞനും അറിയാം. പക്ഷേ സ്വന്തം വൈഫ് എന്തായാലും വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ ഹസ്ബൻഡ് ഇത്ര വലിയ തെറ്റ് ചെയ്തു, ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവരെ ഞാൻ ബ്ലർ ചെയ്തത്. അവർക്കും ഈ തെറ്റും, അതായത് കുഞ്ഞൻ പാണ്ടിക്കാട് ചെയ്ത ഇത്രയും വലിയ തട്ടിപ്പുമായി അവർക്കൊരു ബന്ധവുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ബ്ലർ ചെയ്തത്. നോക്കൂ, കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാൻ നാളെ വയനാട്ടിലേക്ക് പോയി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ന് പോകുന്നത് ഗുജറാത്തിലേക്കാണ്. എനിക്കൊരു സംശയമുണ്ട്. അതായത് വീട്ടിൽ ആരെങ്കിലും കല്ലെറിയാൻ ഒരു പക്ഷേ വന്നതായിട്ടുണ്ടാവും, നാട്ടിൽ നടക്കാൻ സമ്മതിക്കൂല, അതുകൊണ്ടായിട്ടുണ്ടാവും ഒരു പക്ഷേ ഗുജറാത്തിലേക്ക് പോയത്. ഇതെങ്ങാനും കേരളം വഴിയാണ് പോകുന്നതെങ്കിൽ ആ ട്രെയിനിൽ തന്നെ ആണുങ്ങളുടെ കൈയിൻ്റെ ചൂടാവും മനസ്സിലാകട്ടെ. അത് അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഖാദർ കരിപ്പോടി. അതായത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാ യൂട്യൂബേഴ്സും ഖാദർ കരിപ്പോടിക്ക് നല്ല രീതിയിൽ 8ന്റെ പണി കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ആദ്യം നമുക്ക് കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ വിഷയത്തിൽ ഖാദർ കരിപ്പോടിക്ക് എന്താണ് പറയാനുള്ളത് അത് നമുക്ക് കേൾക്കാം. അതിനുശേഷം ഖാദർ കരിപ്പോടിക്ക് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ തെറിവിളിക്കുന്നു, മൊത്തത്തിൽ ഖാദർ കരിപ്പോടി ആരാണ്, നല്ല വിഷയങ്ങളും പലർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പേഴ്സണലി ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം നിലവിൽ ഏറ്റുവാങ്ങുന്നത് ബാഡ് കമൻസ് ആണ്. അദ്ദേഹത്തെ എല്ലാവരും തള്ളിപ്പറയുന്നു. അത് എന്തുകൊണ്ട് ഖാദർ കരിപ്പോടി വിമർശിക്കപ്പെടുന്നു അതും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, പാണ്ടിക്കാട് കുഞ്ഞനും നാസറും ഇതിലെ വിജയിയായിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡി ആയി പോകും. 100% ഉഡായിപ്പാണ്. പാവപ്പെട്ട പറ്റിക്കപ്പെട്ടു പോയിട്ടുള്ള 1000 രൂപ നൽകിയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമത്തിന്റെ വഴിയെ പോകാമെന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ളത് അതിന് സമയമെടുക്കും, വർഷങ്ങളാകും, നീതി കിട്ടിയാൽ കിട്ടി. പക്ഷേ പൊതുജനങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഞാനും ഇതുപോലെയുള്ള ഒരു ലക്കി ഡ്രോ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു സുതാര്യത വേണം. അതിനാൽ തന്നെ സാപ്പിയുടെ ഒരു വീഡിയോ കാണിച്ചിട്ട് എനിക്ക് നാസറിനോടും കുഞ്ഞാനോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് അപ്പോൾ ഏതായാലും ഖാദർ കരിപ്പോടിക്ക് ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പക്ഷേ ഇതിൻ്റെ താഴെ വരുന്നത് 90% ഖാദർ കരിപ്പോടിക്ക് തെറി കമൻ്റാണ്. അത് എന്തുകൊണ്ടെന്ന് ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ആ തെറി വരുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഞാനിപ്പോൾ വെക്കാൻ പോകുന്നത്. കൃത്യം മെയ് 27 തന്നെ നെടുക്കെടുക്കും. ഒന്നുകൂടെ നോക്കൂ, ഖാദർ കരിപ്പോടി എന്താണ് പറഞ്ഞത്? കൃത്യം മെയ് 27 നറുക്കെടുക്കുന്നത്. ഇന്ന് എത്രയാണ് തീയതി? ഒരു മിനിറ്റ് ഞാൻ നോക്കാം. ഇന്നിപ്പോൾ 1-ാം തീയതിയാണ്. 1-ാം തീയതി ഖാദർ കരിപ്പോടി പറഞ്ഞതിൽ 5 ദിവസത്തെ വ്യത്യാസമാണ് ഇന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയധികം ഖാദർ കരിപ്പോടിക്ക് നെഗറ്റീവ് വരാൻ കാരണം. ഇത് ഉഡായിപ്പാണ് കരിപ്പോടി. നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാലും എനിക്ക് ഖാദർ കരിപ്പോടിയോട് പറയാനുള്ളത് ഇത് ഉഡായിപ്പാണ്. ഒരു തീയതി നമ്മൾ പറഞ്ഞെങ്കിൽ ആ തീയതിക്ക് നറുക്കെടുത്ത് കാണിക്കണം. കാരണം ആ തീയതി വെയിറ്റ് ചെയ്തിട്ടാണ് പാവപ്പെട്ട ജനങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത്. പൈസ, അതായത് നിങ്ങൾ ടിക്കറ്റ് പോയോ ഇല്ലയോ അത് നിങ്ങളുടെ വിഷയമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കണമായിരുന്നു 27 തീയതി എന്ന് പറയുന്ന 27-ന് ടിക്കറ്റ് വിൽക്കണം, അപ്പോൾ നല്ല ചൊറകൾ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ജൂൺ 25, അതിനുശേഷം പറയുന്നു വീണ്ടും നീട്ടും. അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ നീട്ടി പോയി കഴിഞ്ഞാൽ ഇത് എപ്പോൾ എടുക്കാനാണ്? ഇനി പറയാനുള്ളത്, ഒരു 100 ടിക്കറ്റ് പോലും വിൽക്കാൻ നിങ്ങൾക്ക് പാടാണ്. അതായത് നിങ്ങളൊരു 6 മാസമല്ല 1 വർഷം എടുത്താലും ഒരു 100 ടിക്കറ്റ് പോലും വിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. കാര്യം അങ്ങനെയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. ഖാദർ കരിപ്പോടി അങ്ങനെ ചെയ്തു എന്നല്ല. നിലവിലെ കുഞ്ഞൻ പാണ്ടിക്കാടൊക്കെ നോക്കുക, എന്തൊരു മനുഷ്യനായിരുന്നു കുഞ്ഞൻ പാണ്ടിക്കാട്. ആരായിരുന്നു കുഞ്ഞൻ പാണ്ടിക്കാട്? എല്ലാവർക്കും ഫാനായിരുന്നു കുഞ്ഞൻ പാണ്ടിക്കാട്. ഇപ്പം എന്തായി? അത് തന്നെയാണ് സംഭവിക്കുന്നത്. എത്രയും പെട്ടെന്ന് നറുക്കെടുപ്പ് എടുക്കണം. ഒരു പക്ഷേ നിങ്ങളിൽ ടിക്കറ്റ് വിറ്റ് പോയില്ല എങ്കിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തണം, ഒരു വീഡിയോ ഇടണം, അതിനുശേഷം പറയണം ഞങ്ങൾ വിചാരിച്ചത്ര ടിക്കറ്റ് വിറ്റുപോയില്ല, അതുകൊണ്ട് ഞങ്ങൾ വിന്നേഴ്സിന് ഇത്രേ കൊടുക്കത്തുള്ളൂ. ഒരു വീടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കണം. പിന്നെ ഖാദർ കരിപ്പോടി ആ വീഡിയോയിൽ പറഞ്ഞത്, ആ വീഡിയോ ലക്കി ഡ്രോ
അതായത് ലക്കി ഡ്രോക്ക് വീട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കരിപ്പോടി പറഞ്ഞൊരു കാര്യമുണ്ട്, ക്യാൻസർ രോഗിയാണ്, അങ്ങനെയൊക്കെയാണ്, പൈസക്കുള്ള ആവശ്യമെന്ന്. അപ്പോൾ കരിപ്പോടിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കിക്കിൻ്റെ അതായത് യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കിക്ക് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു പ്രസിഡൻ്റാണ് നമ്മുടെ ഖദർ കരിപ്പോടി. അപ്പോൾ നീ ലക്കി ഡ്രോ അല്ലാതെ വേറെ ഒരു മാർഗവും ഖദർ ഭായി നീ കണ്ടില്ലേ? അതായത് എന്തൊക്കെ വഴികളുണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക്, അതായത് ചാരിറ്റി ഉണ്ട്, എന്തൊക്കെയുണ്ട്. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, നിങ്ങളൊക്കെ വിചാരിച്ചാൽ പിരിവും കൂടി ആക്കിക്കൂടെ? അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കണോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് ലക്കി ഡ്രോ അല്ല ഖദർ ഭായി ചെയ്യേണ്ടത്, അതിനെന്തെങ്കിലും ചാരിറ്റി വഴി അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരു കോണ്ടന്റിൽ 2 വിഷയം ചർച്ച ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യ ഭാഗം നിങ്ങൾ ആരും മറക്കാൻ പാടില്ല. പാണ്ടിക്കാട് കുഞ്ഞൻ നടത്തിയ തട്ടിപ്പല്ല, ലോക തട്ടിപ്പാണ്. അവൻ വയനാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞതാണ്, വയനാട്ടിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.